അപ്പോൾ പറഞ്ഞു വന്നത് മലപ്പുറം ജില്ലയുടെ ജനസംഖ്യാനുപാതികമായിട്ടുള്ള വികസനം നമ്മുടെ ജില്ലയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന സമയത്ത് എത്രയായിരുന്നു മലപ്പുറം ജില്ലയുടെ ജനസംഖ്യ എന്നും അതുപോലെ തന്നെ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ മലപ്പുറം ജില്ലയുടെ ജനസംഖ്യയും മറ്റു ജില്ലകളുടെ ജനസംഖ്യയും ഒന്ന് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ വികസനത്തിൻ്റെ ഈ വിവേചനത്തിൻ്റെ യഥാർത്ഥ മുഖം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അതെങ്ങനെയായിരുന്നു? മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന 1969 നമ്മൾ പറഞ്ഞു. അന്ന് മലപ്പുറം ജില്ലയുടെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 14 ലക്ഷം ആണ്. അപ്പോൾ 14 ലക്ഷം ജനങ്ങൾക്ക് ഒരു ജില്ല, 14 ലക്ഷം ജനങ്ങൾക്ക് ഒരു ജില്ലാ കളക്ടർ, മറ്റു ജില്ലാ സംവിധാനങ്ങളെല്ലാം ഒരുപാട് ജില്ലാ സംവിധാനങ്ങൾ കാണാം. ഇതെല്ലാം 14 ലക്ഷം ജനങ്ങൾക്ക് എന്ന അർത്ഥത്തിലാണ് മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെട്ടത്. സ്വാഭാവികമായി അതിന് തുടക്കകാലത്ത് അതിൻ്റെ ഗുണഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ 2011 സെൻസസ് ആണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഔദ്യോഗികമായൊരു ജനസംഖ്യ എന്നുള്ള കണക്കുള്ളത്. 2011 സെൻസസ് അനുസരിച്ച് മലപ്പുറം ജില്ലയിൽ 41 ലക്ഷം ജനങ്ങളുണ്ട്. അതായത് 14 ലക്ഷത്തിൽ നിന്ന് തുടങ്ങിയിട്ട് 41 ലക്ഷത്തിലേക്ക് നമ്മളെത്തി. 3 മടങ്ങോ 4 മടങ്ങോ ഒക്കെ വർദ്ധിച്ചു. ഇത് 2011 കണക്കാണ്. 14 വർഷം കഴിഞ്ഞ് 2025 നമ്മളുള്ളത്. അപ്പോൾ 2011 സെൻസസിൻ്റെ കണക്കനുസരിച്ചിട്ട് ഓരോ വർഷവും മലപ്പുറം ജില്ലയിലുണ്ടാകുന്ന ജനസംഖ്യാ വർധനവിൻ്റെ ഒരു ശതമാനം, വർധന നിരക്കുന്നതിന് ശതമാനം പറയുന്നുണ്ട്. അത് 13%. 13% ജനസംഖ്യാ വർധനവ് മലപ്പുറം ജില്ലയിൽ ഓരോ വർഷം ഉണ്ടാവും. ഇത് കണക്കനുസരിച്ച് നമ്മൾ 2025 കണക്ക് ഇങ്ങനെ ഒരു അനുമാനം വരികയാണെങ്കിൽ സെൻസസ് നടക്കാൻ പോകുന്നുണ്ട് അടുത്ത വർഷം. 45 ലക്ഷം മുതൽ 50 ലക്ഷം വരെ, 50 ലക്ഷം തന്നെ അല്ലെങ്കിൽ 50 ലക്ഷത്തിന് മുകളിലോ ജനസംഖ്യ ഇപ്പോൾ മലപ്പുറം ജില്ലയിലുണ്ടാകും. അപ്പോൾ 50 ലക്ഷം ജനങ്ങൾക്കാണ് ഇപ്പോൾ ഒരു കളക്ടർ ജില്ലാ സംവിധാനങ്ങൾക്കുള്ളത്. ഇത് സ്വാഭാവികമായും ഇത്തരം ജനങ്ങളിലേക്ക് വികസനങ്ങളോ സ്റ്റേറ്റിൻ്റെയോ ജില്ലാ ഭരണകൂടത്തിൻ്റെയോ ക്ഷേമ പദ്ധതികളോ എത്തിക്കാൻ സാധിക്കില്ല എന്നാണ്. മറ്റു ജില്ലകളിലെ ജനസംഖ്യ കൂടി ചേർത്ത് വെച്ച് പറയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭീകരത നമുക്കറിയാം. ഇന്ത്യയിൽ എന്ന രാജ്യത്ത് തന്നെ മലപ്പുറം ജില്ലയേക്കാൾ കുറഞ്ഞ ജനസംഖ്യയുള്ള 8 സംസ്ഥാനങ്ങളുണ്ട്. നമുക്ക് സംസ്ഥാനങ്ങളെന്ന് പറയുമ്പോൾ അവിടെ ഒരു മുഖ്യമന്ത്രിയുണ്ട്, ഒരു ചീഫ് സെക്രട്ടറി ഉണ്ട്, ഒട്ടേറെ മന്ത്രിമാരുണ്ട്. ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാമുള്ള ഒരു ഭരണകൂട സംവിധാനം ഇന്ത്യയിൽ മലപ്പുറം ജില്ലയേക്കാൾ ജനസംഖ്യ കുറഞ്ഞ 8 സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ ത്രിപുരയിൽ 37 ലക്ഷമാണ് ജനസംഖ്യ, മേഘാലയയിൽ 30 ലക്ഷം, മണിപ്പൂരിൽ 28 ലക്ഷമാണ് ജനസംഖ്യ, നാഗാലാൻഡിൽ 20 ലക്ഷം, ഗോവയിൽ 15 ലക്ഷം, അരുണാചൽ പ്രദേശിൽ 14 ലക്ഷം, മിസോറാമിൽ 11 ലക്ഷം. ഇങ്ങനെ ഈ സിക്കിമിൽ വെറും 6 ലക്ഷം. ഇതൊക്കെയാണ് സ്റ്റേറ്റിലെ ജനസംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ എല്ലാ ഭരണകൂട സംവിധാനങ്ങളും ഇത്രയും ജനസംഖ്യയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ഓരോ പൗരനും വികസനത്തിന് ക്ഷേമപദ്ധതികളൊക്കെ എത്തും. എന്നാൽ മലപ്പുറത്ത് 50 ലക്ഷം ജനസംഖ്യ ഉണ്ടായിട്ടും നമ്മൾ ഒരു ജില്ലയായിട്ടാണുള്ളത്. ഇനി ഇന്ത്യയിൽ തന്നെ 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ മലപ്പുറം ജില്ലയേക്കാൾ ജനസംഖ്യ കുറഞ്ഞതുണ്ട്. ഇപ്പം നമുക്കെന്നറിയാം, ചില രാജ്യങ്ങളെന്ന് പറയുന്നപ്പോൾ ഇപ്പോൾ നമ്മൾ ഖത്തർ എടുത്താലും GCCയിലെ മിക്ക രാഷ്ട്രങ്ങളും, ഖത്തറായാലും കുവൈത്തായാലും ബഹ്റൈനായാലും ഒക്കെ ജനസംഖ്യ എന്ന് പറയുന്നത് മലപ്പുറം എന്ന് പറയുന്ന ജില്ലയേക്കാൾ ചെറിയ ജനസംഖ്യയാണുള്ളത്. അപ്പോൾ വികസനം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു പ്രാഥമിക യൂണിറ്റാണ് ജില്ല എന്ന് പറയുന്നത്. അപ്പോൾ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യണം? പുതിയ ജില്ലകൾ ആ പ്രദേശങ്ങൾ രൂപപ്പെടണം. സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞു, കേരളം എന്നൊരു സംസ്ഥാനം രൂപപ്പെടുമ്പോൾ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. വികസനം അതിൻ്റെ നീതിപൂർവമായ വിതരണത്തിന് വേണ്ടിയാണ് പിന്നെ 14 ജില്ലകൾ ഉണ്ടായത്. പക്ഷെ 14 ജില്ലകൾ ഉണ്ടായി നമ്മളവിടെ സ്തംഭിച്ചു നിന്നു. ജനസംഖ്യ വർദ്ധിക്കുകയാണ് ചെയ്തത്. നമ്മുടെ നിയമസഭാ മണ്ഡലം 127 നിയമസഭാ മണ്ഡലമായിരുന്നു നമുക്ക് 1957 ആദ്യം ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 140 അതുപോലെ 19 ലോകസഭാ മണ്ഡലം ഉണ്ടായത്, നമ്മൾ 20 ലോകസഭാ മണ്ഡലം ഉണ്ടായി. ഇതൊക്കെ ജനസംഖ്യ അടിസ്ഥാനത്തിലും അതുപോലെ ജിയോഗ്രഫി കൂടിയും പരിഗണിച്ചുണ്ടായതാണ്. ഇതെല്ലാം പരിഗണിച്ച് കേരളത്തിൽ ഇനിയും പുതിയ ജില്ലകൾ ഉണ്ടാവണം. നമുക്ക് നമ്മുടെ തന്നെ കേരളത്തിലെ മറ്റു ജില്ലകൾ എടുത്ത് പരിശോധിക്കുക. പത്തനംതിട്ട ജില്ലയിൽ 12 ലക്ഷമാണ് ജനസംഖ്യ, ഇടുക്കി 11 ലക്ഷമാണ് ജനസംഖ്യ, കോട്ടയത്ത് 20 ലക്ഷം. ഈ 3 ജില്ലകൾ ഞാൻ പറഞ്ഞ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, ഈ 3 ജില്ലകളുടെയും മൊത്തം ജനസംഖ്യ എടുത്തിയാൽ 43 ലക്ഷമേ ഉള്ളത്. മലപ്പുറത്തുള്ള ഒരു ജനസംഖ്യയുടെ അത്ര പോലും ഈ 3 ജില്ലകൾക്കില്ല. എന്നാലോ പത്തനംതിട്ട ജില്ലയിൽ 12 ലക്ഷത്തിന് 12 ലക്ഷം ജനങ്ങൾക്ക് ഒരു കളക്ടറും ജില്ലാ സംവിധാനങ്ങളും വർക്ക് ചെയ്യുന്നു. പലപ്പോഴും ഈ സ്റ്റേറ്റിൻ്റെ വികസന പദ്ധതികളും വിഭവങ്ങളും പല
പ്രൊജക്റ്റുകളുമൊക്കെ ഡിവൈഡ് ചെയ്യുക, വിഭജിച്ച് കൊടുക്കുക, ജില്ലാ ബേസിലാക്കാരം ഒരു ജില്ലക്ക് എത്രയെന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന പല പദ്ധതികൾ, എല്ലാ പദ്ധതികളുമല്ല, ചില പദ്ധതികൾ ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 12 ലക്ഷം ജനസംഖ്യയുള്ള പത്തനംതിട്ടയ്ക്ക് ലഭിക്കുന്ന ഒരു വികസനത്തിൻ്റെ ഫണ്ടും മലപ്പുറം ജില്ലയ്ക്ക് 45 ലക്ഷമുള്ള മലപ്പുറം ജില്ലയ്ക്ക് വികസനം ഒന്നായിരിക്കും. ഇത് തന്നെ അനീതിയാണ്, ഇത് തന്നെ വിവേചനമാണ്. കാരണം ഓരോ പൗരനും സ്റ്റേറ്റിൻ്റെ വികസന വിഭവങ്ങൾ എത്തേണ്ടുമ്പോൾ 45 ലക്ഷത്തിലുള്ള ജനസംഖ്യയുള്ള മലപ്പുറത്തിന് ലഭിക്കുന്ന ഒരു വിഭവത്തിൻ്റെ ഓഹരി തന്നെയാണ് 12 ലക്ഷമുള്ള പത്തനംതിട്ടയ്ക്ക് ലഭിക്കുന്നത്, 11 ലക്ഷമുള്ള ഇടുക്കിക്കും ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് പുതിയൊരു ജില്ല രൂപീകരിക്കുകയൊക്കെ ചെയ്തിട്ടില്ല എങ്കിൽ മലപ്പുറം ജില്ലയിലെ ഈ 45 ലക്ഷം ജനങ്ങളോട് പുലർത്തുന്ന സ്റ്റേറ്റ് ഭരണകൂടം പുലർത്തുന്ന ഒരു അനീതി, ഒരു വിവേചനം ഇതിൽ നിലനിൽക്കുന്നുണ്ട്. പുതിയ ഭരണകൂട സംവിധാനങ്ങൾ ഉണ്ടാകണം, പുതിയ ജില്ലകൾ ഉണ്ടാകണം, പുതിയ താലൂക്കുകൾ ഉണ്ടാകണം. അപ്പോഴാണ് സ്റ്റേറ്റിൻ്റെ വികസനങ്ങൾ മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്കും നീതിപൂർവമായി ലഭിക്കുകയുള്ളൂ.